വെൽക്കം ടു നല്ല രുചി. വാഗമണിൻ്റെ മാത്രം പ്രത്യേകതകളിലൊന്നായ പൈൻമരക്കൂട്ടങ്ങളുടെ നടുവിലാണ് ഞാൻ ഇന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വരാൻ പറ്റിയൊരു ഇടമാണ് ഈ പൈൻ ഫോറസ്റ്റ്. അതുമാത്രമല്ല കേട്ടോ, പ്രകൃതിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വരാം. അപ്പോൾ ഞാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കട്ടെ. എൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം കാണാം. അതിനുശേഷം നമ്മുടെ രുചിലോകത്തേക്ക് കമോൺ. വാഗമണിലെ ഹിൽ വാലി ഹോം സ്റ്റേയിലെ സന്തോഷ് ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, നല്ല രുചി പങ്കിടാനായിട്ട്. ഹായ് സന്തോഷ് ചേട്ടാ. അപ്പൊ എന്ത് സ്പെഷ്യൽ ഡിഷ് ആണെന്ന് ഞങ്ങൾക്ക്? പോർക്ക് ഫ്രൈ ആണ് ചെയ്യുന്നത്, ബാഗോൺ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഹിൽ വാലിയുടെ ഒരു സ്പെഷ്യൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഓക്കെ, കടുക്, വെളിച്ചെണ്ണ, ഗരം മസാല, കുരുമുളക് പൊടി, പച്ചക്കുരുമുളക് പൊടിച്ചത്, സവോള, മുളക് പൊടി, ക്യാപ്സിക്കം, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി. അത്ര ആയിട്ടാണ്. ഇത്ര മതി. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓയിൽ ഒഴിക്കണം. പോർക്കാണോ കൂടുതൽ ഇവിടെ കിട്ടുക? പോർക്ക് കിട്ടും, ബീഫ് കിട്ടും, ഫിഷ് കിട്ടും. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണ്? പോർക്കിലാണോ? സ്പെഷ്യൽ ചെയ്യുന്നത് പോർക്കിലാണ്. ഓക്കെ. ഓക്കെ, ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക്, കടുക് പൊട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിനകത്തോട്ട് സവാള ഇടാം. ശരിക്കും നമ്മള് ബീഫ് അതുപോലെ തന്നെ ഇങ്ങനെ പോർക്കൊക്കെ വെക്കുമ്പോൾ കുറെ സവാള യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. കറി ലീഫ് വേണം. ഓക്കെ. കുറച്ച് പച്ചമുളക്. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊരിയുന്നതിന് മുന്നേ തന്നെ കറിവേപ്പിലയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വാഗമണിന്റെ പ്രത്യേക പോർക്ക് കറിയുടെ ഇത് പറഞ്ഞില്ല എന്നോട്, എന്താണ് മറ്റുള്ള പോർക്ക് കറി വെച്ച് നോക്കുമ്പോൾ? ഇത് നമ്മൾ പച്ച കുരുമുളകാണ് ഇതിനകത്ത് സാധാരണ യൂസ് ചെയ്യുന്നത്. ഉണങ്ങിയ കുരുമുളക് പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ പച്ച കുരുമുളകാണ്. അതാണ് ഇതിന്റെ സ്പെഷ്യൽ പ്രത്യേകത. എന്റെ കൈവേനെടുക്കും, ഞാൻ സന്തോഷം.
സവോള വാടി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം കുറച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. കുറച്ച് ഉപ്പിട്ടാലോ? കുറച്ച് ഉപ്പിടാൻ നമുക്ക് അതല്ല അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും, പെട്ടെന്നായിരുന്നു. നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഓക്കെ. വെളുത്തുള്ളി എന്തോരം വെളുത്തുള്ളി വേണം? വെളുത്തുള്ളി ഇപ്പം നമ്മൾ 1 കിലോയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ അത് ഞാൻ വിട്ടുപോയി നിങ്ങളോട് പറയാനായിട്ട്. ഇവിടെ നമ്മൾ പോർക്ക് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ഉപ്പല്ലേ, ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് ഹാഫ് കുക്ക്ഡ് ആണ്. പിന്നെ ഇഞ്ചി. ഇപ്പൊ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. വാഗമൺ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത് ആ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ടു. കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇപ്പം നന്നായിട്ട് നമ്മൾ വഴറ്റുകയാണ്. ഓക്കെ. അപ്പോൾ സവോള ഏകദേശം വഴണ്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. ക്യാപ്സിക്കം നമ്മൾ ഇട്ടു അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് എണ്ണ ചൂടായി, അതിലേക്ക് കടുക് പൊട്ടിച്ചു, സവോള ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇപ്പം ക്യാപ്സിക്കം ഇട്ടു. നല്ല കാറ്റുള്ളതുകൊണ്ടാണ് അല്ലേ നമ്മുടെ ഫ്ലെയിം അങ്ങ് ശരിക്കും വരുന്നില്ല. ശരിക്കും വാഗമണ്ട തണുത്ത കാറ്റങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. എന്തായാലും ചെറുതായിട്ട് കുളിരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പം നമുക്ക് ലേശം മഞ്ഞപ്പൊടി. ഓക്കെ. അപ്പൊ ഇനി മസാലകൾ ആഡ് ചെയ്യാം നമുക്ക്. മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി. ഓക്കെ. കാശ്മീരി ചില്ലി പൗഡർ. കുരുമുളകിന് എരിവുള്ളതുകൊണ്ട് കാശ്മീരി കുറച്ച് ഇട്ടു. പച്ചക്കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ച് മീറ്റ് മസാല, ഒരു 2 സ്പൂൺ മീറ്റ് മസാല. 2 സ്പൂൺ മീറ്റ് മസാല, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അത് നമ്മൾ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ലേശം കുരുമുളക്. ഓക്കെ. ഇപ്പൊ പച്ചക്കുരുമുളക് ഇട്ടു. അതെന്തോരം വേണം? നമ്മുടെ എരിവിനനുസരിച്ച്. നമുക്ക് അതിൻ്റെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് മുകളിൽ ആഡ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ്. ഇപ്പൊ തന്നെ ഗ്രേവി നല്ലൊരു കളർഫുള്ളായി. ശരിക്കും ക്യാപ്സിക്കം ആഡ് ചെയ്തത്? ക്യാപ്സിക്കം അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത വേണ്ടി കേട്ട. അപ്പോൾ നമ്മൾ പച്ചക്കുരുമുളക് ഇട്ടു. അപ്പം മസാല എല്ലാം നമ്മുടെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിലേക്ക് പോർക്ക്. ഓക്കെ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക്. പച്ചക്കുരുമുളക് അതിനകത്ത് കിടക്കുന്ന നമ്മൾ അപ്പൊ നമ്മളിത് വേവിക്കാനായിട്ട് പച്ചക്കുരുമുളക് ഇട്ടിട്ടുണ്ട്, ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി. ഇനി ശരിക്കും മസാലയിലേക്ക് അങ്ങ് പെരട്ടുക. ഗരം മസാല ഇതിന് കൂട്ടത്തിലിടില്ല. സ്മെല്ല് വന്നു തുടങ്ങി. എന്തായാലും ഈ തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മസാലയൊക്കെ കൂട്ടിയുള്ള ആ ഒരു പോർക്ക് കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. ശരിക്കും ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഈ ഡിഷ് നന്നായിട്ട് മൂവിങ് ഉള്ളതായിരിക്കും അല്ലേ? ഒരുപാട് പോകുന്ന ഡിഷാണ്. ഇപ്പൊ മസാല എല്ലാം നമ്മുടെ പോർക്കിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം അല്ലേ? അപ്പൊ നമ്മുടെ പോർക്ക് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചക്കുരുമുളക് കൊണ്ട് കുറച്ചും കൂടി. ഓക്കെ. സന്തോഷയുടെ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഏറ്റവും ലാസ്റ്റ് പച്ചക്കുരുമുളക് കുറച്ചും കൂടി ഇടും. 2 സ്പൂൺ എരിവ് കൂടുമോ? ഇല്ലല്ലേ? പച്ചക്കുരുമുളകിന്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് വരണം. ആദ്യമേ തന്നെ അത് കാരണം നമ്മൾ കുറച്ച് പച്ചക്കുരുമുളക് കിട്ടുള്ളൂ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇടുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അത് കടിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക എരിവും ടേസ്റ്റും വരണം. അതെ. അടുത്ത് നമുക്ക് ഗരം മസാല. ഓക്കെ. 1 സ്പൂൺ ഗരം മസാല. അപ്പൊ
അപ്പൊ സന്തോഷം നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് ഗരം മസാല ഇടാന്ന്. അപ്പൊ അതിട്ടു ഇളക്കാം. മിക്സ് ചെയ്ത് ആ ഒരു സ്റ്റൈലിൽ മിക്സ് ചെയ്തോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട്. അപ്പം നമ്മുടെ പോർക്ക് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കത് നന്നായിട്ട് എന്താ പറയാ പെരണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. എല്ലാ മസാലയിലും സവാളയിലും എല്ലാം കിടന്ന് പെരണ്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്യാനോ? ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിനറിയാം. ഇനി നമുക്ക് അതിന്റെ മുകളിൽ കുറച്ച് ക്യാപ്സിക്കം, വെറുതെ പച്ച ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ലേശം കറിലി എല്ലാം കഴിയില്ല. എല്ലാം ആയി. ഇനിയിപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ അത് കിട്ടോ? ഇനി നമുക്കത് ഇപ്പോൾ ഹിൽ വാലി ഹോം സ്റ്റേയുടെ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ എൻ്റെ കയ്യിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായതിനു ശേഷം കടുകിട്ടു. അത് പൊട്ടിയതിന് ശേഷം നമ്മൾ സവോള ആഡ് ചെയ്തു. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ക്യാപ്സിക്കം ഇത്ര ആഡ് ചെയ്തു. അത് നന്നായി വഴന്നതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി, നെക്സ്റ്റ് പിന്നെ മസാലകളാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മസാലകളിൽ മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മീറ്റ് മസാല ലേശം ഇട്ടു. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായ സ്പെഷ്യൽ ആയിട്ടുള്ള പച്ചക്കുരുമുളക് പൊടിച്ചത് അത് ആഡ് ചെയ്തു. അത് വരേണ്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പോർക്ക് അതിനകത്തേക്ക് ഇടാം. അപ്പൊ വേവിക്കാൻ നമ്മൾ എടുത്ത കാര്യം ആദ്യം പച്ചക്കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പ് ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടാണ്, ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിച്ച പോർക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്തു. ലാസ്റ്റ് നമ്മൾ അതിന്റെ മുകളിൽ ഗരം മസാല ഇട്ട് പിന്നെയും കുറച്ച് പച്ചക്കുരുമുളകും കൂടി ഇട്ടു. അപ്പൊ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് അല്ലേ? പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യണ്ടേ? നല്ല ചൂടുണ്ട്, നല്ല തണുപ്പുള്ളതുകൊണ്ട് എന്തായാലും ഇപ്പൊ ടേസ്റ്റ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഏത് പീസ് എടുക്കണം എന്ന് ഇങ്ങനെ ആലോചിക്കുക. ടെൻഷൻ ഉണ്ടല്ലേ മോത്ത്? കൊള്ളില്ല എന്ന് പറഞ്ഞാലോ? കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇടി കിട്ടും. കാരണം അത്രയ്ക്കും നല്ല ഡിഷാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് ഇത്രയും ടേസ്റ്റ് ആണെന്ന് നമുക്ക് പോർക്കിൽ ഇടുമ്പോഴാണ് മനസ്സിലാവുന്നത്. എല്ലാത്തിനും ഇടുമ്പോഴും ടേസ്റ്റ് ആണ്, പക്ഷേ പച്ചക്കുരുമുളകിനകത്തിട്ട് ആ ഏറ്റവും ലാസ്റ്റ് ഇട്ടതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും സംസാരിച്ചിരിക്കുന്നില്ല, ഈ തണുപ്പത്തിൽ ഞാൻ വേഗം ഇത് കഴിക്കട്ടെ. സന്തോഷേട്ടാ, അടുത്ത ഡിഷ് റെഡിയാണോ? അടുത്ത ഡിഷ് റെഡിയാ. സ്പെഷ്യൽ തന്നെയാണോ? വാഗമൺ സ്പെഷ്യൽ ആണോ? ഹോം സ്റ്റേയുടെ സ്പെഷ്യൽ ആണോ? ഓക്കെ, അപ്പൊ രണ്ടും ഹോം സ്റ്റേ സ്പെഷ്യൽ ആണ്. അപ്പൊ ഞാനിത് വേഗം ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് അടുത്ത ഡിഷിലോട്ട് നമുക്ക് വേഗം പോവാം. അപ്പൊ അടുത്ത ഡിഷ് റെഡി അല്ലേ? എന്ത് സ്പെഷ്യൽ ഡിഷാണ്? ഏത്തപ്പഴം കൊണ്ട് കുമ്പിളപ്പമാണ് അടുത്തുണ്ടാക്കാൻ പോകുന്നത്. ഏത്തപ്പഴം വെച്ചിട്ട് കുമ്പിളപ്പം. അപ്പൊ ഏത്തപ്പഴം കുമ്പിളപ്പം. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. മെയിൻ ആയിട്ടുള്ളത് ഏത്തപ്പഴമാണ്. പിന്നെ അരിപ്പൊടി, തേങ്ങ ചിരണ്ടിയത്, ഏലക്ക, ജീരകം, പഞ്ചസാര, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചത്. ഏലക്ക, ജീരകം, പഞ്ചസാര ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണിത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ അതിന് ഇലയും കൂടെ വേണം. എടന ഇല എന്ന് പറയും. എടന ഇലയെന്നും കൂടി പറയാറുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഇനിയിപ്പോ നമ്മള് ഏത്തക്ക ഇതൊന്ന് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തക്ക. അപ്പൊ നമ്മള് ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് ഇവിടെ ഏത്തപ്പഴം. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്ന് മിക്സ് ആകാൻ വേണ്ടി അടച്ചോ, നന്നായിട്ട് ഉടയ്ക്കണം അല്ലേ? നമുക്ക് രണ്ടുപേർ കൂടി പരിശ്രമിക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുത്താലും മതിയോ? മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഏകദേശം മിക്സ് ചെയ്തു ഞങ്ങൾ രണ്ടുപേരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കാം.
മതിയോ? ഇതിനൊരു അളവുണ്ടോ? നമ്മൾ പഴം എടുക്കുന്നതിന് പഴമായിരിക്കണോ കൂടുതൽ അളവ് വേണ്ട, അല്ലെങ്കിൽ അരിപ്പൊടിയാണോ? പഴമാണ്. ആദ്യം തന്നെ നമ്മൾ പുഴുങ്ങി വെച്ച പഴം ഉടച്ചെടുത്തു, അതിനകത്തേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടു. അരിപ്പൊടിയുടെ അളവ് കുറച്ച് മതി. അത് കഴിഞ്ഞ് തേങ്ങയും കൂടി പകുതി തേങ്ങ. ഇത് ബോൾ പോലെ ആക്കണം. അപ്പൊ നമ്മൾക്ക് ഈ സ്പൂണൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് തനി നാടനായിട്ട് കൈ വെച്ചങ്ങ് പരിശ്രമിച്ചാലോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തോറ്റു. അപ്പൊ എന്തായാലും സന്തോഷം കൈ വെച്ചങ്ങ് പ്രസ് ചെയ്തോ. കുറച്ച് വെള്ളമാണ് ഇതിന് മൈദയാണോ? നമ്മളിങ്ങനെ പഴംപൊരിക്കൊക്കെ മൈദ അല്ലേ? പഴംപൊരിക്ക് മൈദയാണ്. ഇത് നമ്മൾ അരിപ്പൊടിയാണ് അല്ലേ? ഓക്കെ. ഇടനേലൊക്കെ ആകുമ്പോൾ അതിന്റെ സ്മെല്ലുണ്ട്. ചക്കടയൊക്കെ നമ്മൾ ചക്ക ഉണ്ടാക്കാം. ഇത് വെച്ച് ഏകദേശം ഇതായോ? ഇല്ല, കുറച്ച് വെള്ളം വേണം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ പൊടിയും കൂടെ, ജീരകം, ഏലക്ക, പഞ്ചസാര. ഇത് 3. വാവ്, നല്ല സ്മെല്ലുണ്ട് ജീരകത്തിന്റെ ഏലക്കയുടെ അല്ലേ? കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം കൂടിപ്പോയ പണിയാണല്ലേ? വെള്ളം കൂടിപ്പോയ പണി. ഇവിടെ വെള്ളം കൂടിപ്പോയാലും നമുക്ക് അരിപ്പൊടി ഇരിപ്പുണ്ട്, നമുക്ക് ഇടാം. ഇനിയിപ്പോൾ ഇതിന് ചിലപ്പം ഉപ്പും കൂടെ വേണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ. മധുരം ഇടുമ്പോൾ അതൊന്ന് അല്ലേ? ലേശം ഉപ്പ്, മധുരം ഉണ്ടെങ്കിലും ലേശം ഒരു ഉപ്പ് ഇടണം, എന്നാലേ അതിന്റെ ഒരു എല്ലാത്തിന്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഏലക്കകത്താക്കണത്. അപ്പൊ നമുക്ക് ഇനി ഇലയിൽ ഇത് അപ്പമാക്കാൻ വേണ്ടിട്ട് വെച്ച് ഇതിങ്ങനെ കൂട്ടിയിട്ട് ഇത് വാരി വെക്കണം. ഓക്കെ. അപ്പൊ ഒരെണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് പഠിപ്പിച്ചായോ? ഇത് ഇല ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കുക. ശരിയായി. ശരിയായി. ഇനി ഇത് വാരി ഇങ്ങനെ മിക്സ് ചെയ്യാം. ഒരെണ്ണം മിക്സ് ചെയ്യാം. ചേട്ടാ തുറന്നു പോയി. വെറുതെ പണി കൊടുത്തു ചേട്ടത്. ഇനിയിപ്പം നമുക്കിത് അടുപ്പിൽ വെച്ച് ആവി കയറ്റണം. ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആവി കയറ്റണം. പക്ഷേ നമ്മളത് കത്തിക്കുന്നു, ഇഡ്ഡലി പാത്രം വെക്കുന്നു. അതിനകത്ത് വെള്ളം ഒഴിക്കാൻ മറന്നു പോലെ, അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ നമ്മൾ മടക്കി വെച്ചത് പോകാതിരുന്നു. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഏത്തപ്പഴം കുമ്പളപ്പം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയേറ്റാൻ വെച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ, സന്തോഷം എങ്ങനെ ഈ കുക്കറിയൊക്കെ പഠിച്ചത്? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച. കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടോ? എവിടെയൊക്കെ? കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ പാലായില്. അപ്പൊ ഓരോ സ്ഥലത്തിന്റെ പ്രത്യേക ഡിഷുകൾ പഠിക്കാം, അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് അതൊന്ന് ചെയ്തു നോക്കാം അല്ലെ? പിന്നെ ഇത് എന്റെ സ്വന്തം നാടും കൂടെയാണ്. വാഗമൺ സ്വന്തം നാടാണ്. വെറുതെ അല്ല, ഞാനിവിടെ നിന്ന് കുളിർന്നിട്ടൊന്നും ചേട്ടന് യാതൊരു അനക്കവും ഇല്ല. നല്ല കട്ടിയുള്ള തൊലിയാണ് അല്ലേ? ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ആവി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം അല്ലേ? ഇടനിലയുടെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. കൈ പൊള്ളുന്നുണ്ടോ? കൈ പൊള്ളുന്നൊന്നുമില്ല. ഇല്ല. എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കൈ
ഓക്കെ, നമ്മുടെ ഏത്തപ്പഴം കുമ്പിളപ്പം കുമ്പിളപ്പം കൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്യണ്ടേ? നല്ല ചൂടുണ്ടല്ലോ, ഇതിലേക്ക് സ്പൂൺ വെച്ച് കഴിക്കാം. പിടിച്ചോ. നല്ല സ്മെല്ല്. നല്ല സ്മെല്ലുണ്ട്. നല്ലൊരു സ്നാക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ അരിപ്പൊടിയൊക്കെ ശരിക്കും നല്ല രസമായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. ഏത്തപ്പഴം നന്നായിട്ട് വെന്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ജീരകത്തിൻ്റെ സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും, ആ ഏലക്കയുടെ ടേസ്റ്റും തേങ്ങയുടെ സ്പെഷ്യൽ പറയണം. കടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ചെറിയ രസമുണ്ട് ആ തേങ്ങയും കൂടി കടിച്ചിങ്ങനെ കഴിക്കുമ്പോൾ. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ സന്തോഷം കേട്ടോ. കുറച്ചുകൂടി കഴിക്കട്ടെ. കഴിച്ചുകൊണ്ടിരുന്ന ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടി നമുക്ക് പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ? അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി നന്നായിട്ട് ഉടച്ചെടുത്തു. ആ ഉടച്ചെടുത്ത ഏത്തപ്പഴത്തിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടു. അപ്പൊ അരിപ്പൊടി ഇടുമ്പോൾ ഏത്തപ്പഴത്തിനേലും കുറച്ച് കുറവിട്ടാൽ മതി. പിന്നെ തേങ്ങ ചിരങ്ങി ഇതും കൂടി ഇട്ടു. അതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ജീരകം, ഏലക്ക, പഞ്ചസാര അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. പിന്നെ ലേശം ഉപ്പ്. ഓക്കെ, ലേശം ഉപ്പ് ഇട്ടു. നമ്മുടെ ഈ കുമ്പളം അല്ലെങ്കിൽ ഇടനേല എന്ന് പറയുന്ന ഇലയിലേക്ക് നമ്മൾ വെച്ച് ഇതുപോലെ നല്ലൊരു ഷേപ്പിലാക്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. നേരെ തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി ഒളിച്ചു. സ്നാക്ക് റെഡി, വീട്ടിൽ തന്നെ റെഡിയാക്കാം. നമുക്ക് എല്ലാവരും ഇപ്പോൾ പുറത്തുനിന്ന് കുറേ കാര്യങ്ങൾ ബേക്കറിയിൽ നിന്നാണെങ്കിൽ എല്ലാം മേടിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് അത് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോം സ്റ്റേകൾ ഇതുപോലെയുള്ള സ്നാക്കുകളും ഡിഷുകളും ഒക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പം ഞാൻ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇന്ന് നല്ല രുചിയിലൂടെ നമുക്ക് വാഗമണിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള, അതായത് വാഗമണിന്റെ മാത്രമല്ല ഹിൽ വാലി ഹോം സ്റ്റേയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഡിഷുകളും പരിചയപ്പെടുത്തി തന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം രണ്ടും. അപ്പൊ സന്തോഷേട്ടാ, ജയ് സന്തോഷേട്ടാ, അങ്ങനെ പറയുന്നല്ലേ നല്ലത്. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രുചികളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. ടിൽ ദെൻ, സൗമ്യ സൈനിങ് ഓഫ്.